നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൃത്യമായി തങ്ങളുടെ ജോലി ചെയ്യുന്നതിനിടയിൽ കുറെ ആളുകൾ വരും, പോലീസുകാരെ ചീത്ത വിളിക്കാനും അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്താനും. ഏതായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വീഡിയോയിൽ കൊല്ലത്ത് വാഹനം നടു റോഡിൽ നിർത്തി ഗതാഗത തടസ്സം ഉണ്ടാക്കിയത് ചോദ്യം ചെയ്തതിനെ മദ്യപിച്ചെത്തി എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി അവരെ തെറിയും വിളിക്കുന്ന ആര്യങ്കാവ് പഞ്ചായത്ത് അംഗം മനു മത്തായിയുടെ വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഉദ്യോഗസ്ഥരെ വെല്ലുവിളിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും അതിന് കീഴിലുള്ള കീഴുദ്യോഗസ്ഥരൊക്കെ തന്നെ അവിടെ യൂണിഫോമിൽ നിൽക്കുന്നുണ്ട്. അവർ കൃത്യമായിട്ട് അവരുടെ ജോലി ചെയ്യുകയാണ്. ജോലിയുടെ ഭാഗമായിട്ട് അവിടെ അവർ പരിശോധനകൾ നടത്തുന്ന സമയത്താണ് അവരുടെ മുൻപിൽ ഇത്തരത്തിൽ മുണ്ടക്കം മടക്കി കുത്തി നിന്ന് അവരെ ചീത്ത വിളിക്കുകയും അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന മനു മത്തായിയുടെ വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത്. എക്സൈസ് ഇൻസ്പെക്ടർ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് തെളിവ് സഹിതം പരാതി നൽകിയിട്ടുണ്ട്. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയാണ് പഞ്ചായത്ത് മെമ്പർ ഇത്തരത്തിൽ ആളാവാൻ നോക്കിയത്. CPM നേതാവായ മനു മത്തായിയാണ് ഉദ്യോഗസ്ഥരെ വെല്ലുവിളിച്ചത്. വാഹനം നടു റോഡിൽ നിർത്തിയിട്ട ശേഷമായിരുന്നു തർക്കം. ഗതാഗത തടസ്സം ഉണ്ടാക്കരുതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതോടെ തർക്കം രൂക്ഷമായി. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാണ്, ഇത് ഞാൻ പൂട്ടിക്കുമെന്ന്, അതായത് അവിടെ എക്സൈസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്, അത് ഞാൻ പൂട്ടിക്കുമെന്നാണ് മനു മത്തായി പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സർക്കാർ ഭാഗമായിട്ടുള്ള ഒരു ചെക്ക് പോസ്റ്റ്, പരിശോധന നടക്കുന്ന ചെക്ക് പോസ്റ്റ് പൂട്ടിക്കുമെന്നാണ് സഖാവിന്റെ വെല്ലുവിളി വന്നിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ ഇത് മൊബൈൽ ഫോണിൽ ദൃശ്യം പകർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം മുതിർന്ന ഉദ്യോഗസ്ഥരെയാണ് ഇയാൾ ഇത്തരത്തിൽ തെറി വിളിക്കുകയും ചീത്ത വിളിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇത് മൊബൈൽ ഫോണിൽ പകർത്തുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എന്തിനാണ് ഇയാൾ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് നേരെയും മനു മത്തായി ചാടി കളിക്കുന്നത് വീഡിയോയിൽ കാണാൻ സാധിക്കും. അപ്പോൾ കൃത്യമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്, ഇത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണ് എന്ന് പറയുകയുണ്ടായി. ഫോൺ തട്ടിപ്പറിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. മനു മത്തായി മദ്യലഹരിയിലാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്നും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. മെമ്പർക്കെതിരെ നിയമപരമായി നീങ്ങുമെന്ന് തന്നെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ നടക്കുന്നത് ഉദ്യോഗസ്ഥരുടെ പണപ്പിരിവാണെന്നാണ്, അതിനെയാണ് താൻ ചോദ്യം ചെയ്തതെന്നാണ് മനു മത്തായി പറഞ്ഞിരിക്കുന്നത്. വാഹനങ്ങൾ കടത്തിവിടാനും സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനും ചെക്ക് പോസ്റ്റിൽ ഉദ്യോഗസ്ഥർ പണപ്പിരിവ് നടത്തുന്നുവെന്നും അത് അവസാനിപ്പിക്കുമെന്നാണ് താൻ പറഞ്ഞതെന്നാണ് മനു മത്തായി വിശദീകരിച്ചത്. പക്ഷെ അത്തരത്തിൽ ആളുകളിൽ നിന്ന് പണപ്പിരിവ് പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റിലോ നടത്തുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് തെളിവ് സഹിതം കൈയോടെ വീഡിയോ എടുക്കുകയോ മറ്റുമായിട്ട് പരാതി നൽകാൻ ഇവിടെ എത്രയോ സംവിധാനങ്ങളുണ്ട്. നേരിട്ട് പോയി പരാതി നൽകാൻ എന്താണ്, പ്രത്യേകിച്ച് ഒരു പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന ആൾക്ക് എന്താണ് മടി? അല്ലെങ്കിൽ ആരിൽ നിന്നൊക്കെയാണ് ഇത്തരത്തിൽ പണം വാങ്ങിയിട്ടുള്ളതെങ്കിൽ അവരുമായി ചെന്ന് പരാതി നൽകണം. പക്ഷെ അത്തരത്തിലൊന്നും ചെയ്യാതെ ഗതാഗതം തടസ്സം ഉണ്ടാക്കി അവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. ഏതായാലും അവിടെ പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ ഒരു ഉദ്യോഗസ്ഥനെ ഇരുത്തില്ലെന്നൊക്കെയാണ് മനു മത്തായി ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. നിന്നെയൊക്കെ കാണിച്ചു തരാമെന്നും വാഹന പരിശോധന നിർത്തിവെപ്പിക്കുമെന്നും ഇയാൾ പറഞ്ഞിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരുമായി ഫോണിൽ സംസാരിച്ച ശേഷമായിരുന്നു മനു മത്തായി തിരികെ പോയത്. ഏതായാലും ഇതിന്റെ വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത്. നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സം സൃഷ്ടിച്ച മനു മത്തായിക്കെതിരെ വിമർശനവുമായി രംഗത്ത് വരുന്നത്. കാരണം ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാനൊക്കെ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് പല മേഖലകളിലും, പ്രത്യേകിച്ച് ഇത്തരത്തിൽ ലഹരി ഉപഭോക്താക്കൾ കൂടുതലായിട്ടുള്ള മേഖലകളിലൊക്കെ തന്നെ പോലീസിന്റെ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങളും പട്രോളിംഗും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കാരണം ഇനി ഓണക്കാലമാണ്, യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാനായിട്ട് സമ്മതിക്കില്ല. അതിന്റെ ഭാഗമായിട്ട് മുഴുവൻ പോലീസ് സേനയും വളരെ ജാഗരൂകരായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. അത്തരത്തിൽ ക്രമസമാധാന പാലനം അത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. ഒരു ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ജനജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുക, അതിൻ്റെ ഒരു പൂർണ്ണ ഉത്തരവാദിത്തം നമ്മുടെ കേരള പോലീസിന് തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പല പരിശോധനകളും പട്രോളിംഗും ഒക്കെ നടക്കുന്നത്. അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ആളാവാൻ നോക്കിയിട്ട് കേസും മറ്റുമായിട്ട് പലർക്കും പോകേണ്ടി വരുന്നത്. ഏതായാലും ഇതിന്റെ വീഡിയോ സഹിതമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.